കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു കാരുണ്യം തൂകുമെൻ രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ കരളിലെ കഥനമറിയും സ്നേഹമേ എൻ കരളിലെ കഥനമറിയും സ്നേഹമേ വന്നിടുക എൻ ഹൃത്തടത്തിൽ വാസമാകുവാൻ വന്നിടുക ഹൃദയത്തിൽ വാസമാകുവാൻ കാരുണ്യം തൂകുമെൻ രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു സ്നേഹിതരെല്ലാരും വിട്ടകന്നാലും സ്നേഹമായി നീ കൂടെ വന്നിടണേ സ്നേഹിതരെല്ലാരും വിട്ടകന്നാലും സ്നേഹമായി നീ കൂടെ വന്നിടണേ ഉറ്റവരെല്ലാരും തള്ളിക്കളയുമ്പോൾ താങ്ങായി തണലായി വന്നിടണേ ഉറ്റവരെല്ലാരും തള്ളിക്കളയുമ്പോൾ താങ്ങായി തണലായി വന്നിടണേ ഈശോ താങ്ങായി തണലായി വന്നിടണേ
പീഡയും തളർത്തിടും നാളിൽ നിൻ തിരുരുധിരം ഒഴുക്കിടണേ. രോഗവും പീഡയും തളർത്തിടും നാളിൽ നിൻ തിരുരുധിരം ഒഴുക്കിടണേ. ക്രൂശിലെ യാഗമൻ ശക്തിയായി മാറുമ്പോൾ നിന്നിൽ ഞാനൊന്നായി തീർന്നിടട്ടെ. ക്രൂശിലെ യാഗമൻ ശക്തിയായി മാറുമ്പോൾ നിന്നിൽ ഞാനൊന്നായി തീർന്നിടട്ടെ. ഈശോ നിന്നിൽ ഞാനൊന്നായി തീർന്നിടട്ടെ. കാരുണ്യം തൂകുമെൻ രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു. കാരുണ്യം തൂകുമെൻ രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു. എൻ കരളിലെ കതറമറിയും സ്നേഹമേ, എൻ കരളിലെ കതറമറിയും സ്നേഹമേ, വന്നിടുക എൻ ഹൃത്തടത്തിൽ വാസമാകുവാൻ. വന്നിടുക എൻ ഹൃത്തടത്തിൽ വാസമാകുവാൻ. കാരുണ്യം തൂകുമെൻ രാജാധിരാജനെ കാണുവാനിന്നു ഞാൻ കാത്തിരിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, രക്ഷാകര ചരിത്രത്തിലെ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്ന രണ്ട് മനോഹരമായ വ്യക്തിത്വങ്ങളാണ് പഴയ നിയമത്തിലെ മോശയും പുതിയ നിയമത്തിലെ പൗലോസും. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വളരെ പ്രത്യേകതകൾ നിറഞ്ഞ മനുഷ്യരാണ് എന്ന് പറയുവാൻ കാരണം അവരുടെ ജീവിതങ്ങൾ തന്നെയാണ്. ആ ജീവിതം ഒരു സാക്ഷ്യമാണ്. കാരണം പഴയ നിയമത്തില് ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂട്ടായ്മ രൂപപ്പെടുന്നത് മോശയിലൂടെയാണ്. മോശയാണ് ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തുന്നതും അവരെ മനോഹരമായ രീതിയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെടുത്തിക്കൊണ്ട് യഹോവയെ കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് പകർന്നുള്ളു. അങ്ങനെ ചിന്തിക്കുമ്പോൾ രക്ഷാചരിത്രത്തിന്റെ ആരംഭത്തില് ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു മനുഷ്യനാണ് മോശ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രം അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത് കാൽവരിയിലാണ്. കാൽവരിയിലെ ബലിയർപ്പണവും ഉത്ഥാനത്തിന്റെയും മനോഹരമായ അനുഭവം ലോകത്തിന് പകർന്നു കൊടുത്തത് വിശുദ്ധ പൗലോസാണ്. പുതിയ നിയമത്തിന്റെ ലേഖനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയാണ് പൗലോസ് മനോഹരമായ രീതിയിൽ ക്രിസ്തു വചനങ്ങളെ മനസ്സിലാക്കുകയും ആ വചനങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ രണ്ട് മനുഷ്യരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ബൈബിളിലൂടെയുള്ള ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ രണ്ട് മനുഷ്യരും സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഇടപെടലിലൂടെ മഹത്വീകരിക്കപ്പെട്ട വ്യക്തികളാണ്. അതാണ് ഈ രണ്ട് വ്യക്തികളുടെയും ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ജീവിതത്തിൽ നിന്ന് ദൈവം അവരെ മഹത്വീകരിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മനുഷ്യരെയും കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും
വളരെ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇസ്രയേലിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് മോശ എന്ന് പറയുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. എന്നാൽ അവരൊരു ജനമായി രൂപപ്പെടുത്തിയതും ദൈവത്തിന്റെ കൽപ്പനകൾ അവർക്ക് നൽകപ്പെട്ടതുമെല്ലാം മോശയിലൂടെയാണ് മനോഹരമായ രീതിയിൽ അവർ നയിക്കപ്പെട്ടത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മോശയുടെ ചെറുപ്പകാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് പ്രഭാവന്റെ പുസ്തകത്തിലെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ആ സംഭവങ്ങൾ ഓരോന്നും വിവരിക്കുമ്പോൾ മോശ കടന്നുപോയ ദുർഘടമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനങ്ങളിലൂടെയായിരുന്നു ഈ മോശ കടന്നുപോയത്. കാരണം അവൻ ജനിക്കപ്പെട്ടത് അടിമത്തത്തിലേക്ക് വീഴപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കടിഞ്ഞൂൽ പുത്രനായതുകൊണ്ട് തന്നെ വധിക്കപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യതകളുടെ ഇടയിലും അവൻ സംരക്ഷിക്കപ്പെടുകയാണ്. അവൻ സംരക്ഷിക്കപ്പെടുന്നു. ആ നൈൽ നദിയുടെ തീരത്ത് ചെറിയൊരു പേടകത്തിൽ ആ വെള്ളത്തിൽ ഒതുക്കപ്പെടുമ്പോൾ എന്തുമാത്രം ആ ഒരു പിഞ്ചു ഹൃദയം വേദനിച്ചിട്ടുണ്ടാകും. എന്നാൽ ദൈവം അവിടെയൊക്കെ മോശയെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിൽ ഒന്ന് നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അവന്റെ സായാഹ്നമായിട്ടുള്ള ആ ഒരു യാത്രയിൽ അവന്റെ സഹോദരൻ അല്ലെങ്കിൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മർദ്ദിക്കുന്നത്, ഈജിപ്തുകാരൻ മർദ്ദിക്കുന്നത് കാണുമ്പോൾ അവനെ നശിപ്പിക്കുകയാണ്, അല്ല അവനെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ അവനൊരു കൊലപാതകിയായി മാറ്റപ്പെടുകയാണ്. ഒരു കൊലപാതകിയായി മാറ്റപ്പെടുന്നു. സമൂഹം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഈജിപ്തിൽ നിൽക്കുവാൻ സാധിക്കാതെ വരുന്നു. അവൻ ഓടി ഒളിക്കുകയാണ്. ഒരു പരദേശിയായിട്ട് അവൻ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിലും ദൈവം അവനെ കൈവിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതേസമയം തന്നെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് അവൻ നയിക്കപ്പെടുന്നു. അവൻ ഒരു കൊലപാതകിയായി മാറ്റപ്പെട്ടു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിനി പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമ്മൾ പൗലോസിന്റെ ജീവിതത്തിലും കാണുന്നത് ഇത് തന്നെയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ തീക്ഷ്ണതകൾ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അവന്റെ തീക്ഷ്ണത എന്ന് പറയുന്നത് ഇസ്രയേലിനെ കുറിച്ചുള്ള തീക്ഷ്ണതയായിരുന്നു. നിയമങ്ങൾ അവൻ പഠിച്ചു, നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവൻ പരിശ്രമിച്ചു. അപ്രകാരം അവന്റെ യുവത്വത്തില് കത്തി ജ്വലിച്ചുകൊണ്ട് അവൻ ജീവിച്ചിരുന്നപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അവനും ഇപ്രകാരം ഒരു കൊലപാതക ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുന്നു. കാരണം അവൻ നോക്കിയപ്പോൾ ഇതാ ഒരു പുതിയൊരു കൂട്ടായ്മ ഉദയം ചെയ്തിരിക്കുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കുന്ന, ഇസ്രയേലിന്റെ ചരിത്രത്തെ നശിപ്പിക്കുന്ന, ഇസ്രയേലിന്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു പുതിയ കൂട്ടം കടന്നിരിക്കുന്നു. അവരെ നശിപ്പിക്കേണ്ടത് ആവശ്യകതയാണ് എന്ന് അവൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു. അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള മനുഷ്യരെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് വധിക്കുവാനുള്ള കൽപ്പനയും മേടിച്ചാണ് അവൻ കടന്നു വരുന്നത്. അങ്ങനെ ഒരു കൊലപാതക ആഹ്വാനിയായിട്ട് മാറുന്നതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലരുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സ്റ്റെഫാനോസിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഈ സൗളിന്റെ കാൽക്കലാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ എത്രത്തോളം അവൻ ഇതിൻ്റെ അകത്ത് പരിപൂർണമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. ഇത് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്. അന്യാസ് പറയുന്നുണ്ട്, ദൈവം അവനോട് കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സാവൂളിനെയും ജ്ഞാനസ്നാനം കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അന്യാസ് പറയുന്നുണ്ട്, ദൈവം എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം നോക്കുക, അവൻ എന്തുമാത്രം വേദനകളാണ് ഞങ്ങളുടെ സമൂഹത്തിൽ നൽകിയത്, നമ്മുടെ സമൂഹത്തിൽ നൽകിയത്. പിന്നെ എങ്ങനെയാണ് അവനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? അവൻ വെറുക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവം അവനെ സ്പർശിക്കുകയാണ്. ആ സ്പർശനത്തില് പൗലോസ് മാനസാന്തരപ്പെടുകയാണ്. അപ്പോൾ മോശയുടെയും പൗലോസിന്റെയും ജീവിതത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അവരും ഇപ്രകാരം ഒരു കൊലപാതക ആഹ്വാനം ചെയ്യുന്ന വ്യക്തികളുമായിട്ട് മാറ്റപ്പെടുകയാണ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തികളായിട്ട് ഇവർ രണ്ടും മാറ്റപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ, അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികളെയും മഹത്വീകരിച്ചത് എന്നുള്ളത്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ കൊലപാതകിയാകാം, മോഷ്ടാവാകാം, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അടിമപ്പെടുന്ന വ്യക്തികളാകാം. ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എങ്ങനെയോ അറിയാതെ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് പെട്ടുപോകുന്ന മനുഷ്യർ. ഒരിക്കല് ആശ്രമത്തിൽ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ കുട്ടികൾ അവിടെ സായാഹ്നങ്ങളിൽ കളിക്കുവാൻ വേണ്ടി കടന്നു വരാറുണ്ട്.
അങ്ങനെ കോർട്ടിലൊക്കെ അവർ പല രീതിയിലുള്ള കളികളിൽ അവർ ഏർപ്പെടാറുണ്ട്. ഒരു സായാഹ്നത്തിൽ ഒരു പിതാവ് ഒരു മകനെ വിളിക്കുവാനായിട്ട്, കാരണം അവനെ ഏൽപ്പിച്ചത് ദേവാലയത്തിൽ എന്തോ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു, ഇടവക ദേവാലയത്തിൽ. ഇടവക ദേവാലയത്തിൽ പോകേണ്ടതിന് കൊണ്ട് ഈ മകനെ വന്ന് വിളിക്കുകയാണ് അപ്പച്ചൻ. അങ്ങനെ അപ്പച്ചൻ്റെ കൂടെ ഈ മകൻ കടന്നുപോയി 2-3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലഭിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ഈ മകൻ ഒരു കൊലപാതകിയായി മാറി എന്നുള്ളതാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. കാരണം വളരെ നിശബ്ദനായ ഒരു പാവം പയ്യനാണ്, ഒരു 18 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പയ്യൻ. പക്ഷെ ഇവൻ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പ്രവേശിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു പോവുക അപ്പനോട് കൂടി പോവുകയായിരുന്നു. വീടിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കാണ് ഒരു മനുഷ്യൻ, വീട്ടുകാരുമായിട്ട് പ്രശ്നമുള്ള മനുഷ്യനാണ്, അവൻ വന്ന് അവിടെ നിന്ന് വളരെയേറെ വാക്കുകളിലൂടെ ഇവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. അതിൽ സഹിയിട്ട് ഈ പയ്യൻ പോയി ഒരു അടി കൊടുത്തു. ആ നിമിഷം തന്നെ ആ പയ്യൻ, അല്ലെങ്കിൽ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ പയ്യൻ അവിടെ വീണു, അവൻ മരിച്ചു. ഈ പയ്യൻ കൊലപാതകിയായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ അറിയാതെ ഇപ്രകാരമുള്ള ഓരോ സംഭവങ്ങളിലേക്ക് വീണു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ജയിൽ മിനിസ്ട്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഇതുപോലുള്ള അസ്വസ്ഥതകൾ എന്ന് പറയുന്നത്. ഒത്തിരിയേറെ നിരപരാധികളായ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് വീണു പോകുന്ന, ജീവിതം തകർന്നു പോകുന്ന മനുഷ്യർ. ഇവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുന്നത് ജീവിതത്തിന്റെ ഇപ്രകാരമുള്ള തകർച്ചകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. തകർച്ചയുടെ ഇടയിൽ മോശയെ വിട്ടെറിഞ്ഞവനല്ല ദൈവം. തകർച്ചയുടെ ഇടയിൽ പൗലോസിനെ മാറ്റി നിർത്തിയവനല്ല, മറിച്ച് ചേർത്ത് നിർത്തിയവനാണ് ക്രിസ്തു എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ വചനം നമുക്ക് നൽകുന്നത്. മോശയെ എപ്രകാരമാണ് ദൈവം തൻ്റെ നെഞ്ചോട് ചേർത്തത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് വചനത്തിലൂടെ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതി ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് മനോഹരമായ രീതിയിൽ കർത്താവ് അവനെ വഴി നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പരദേശിയായിരുന്ന അവന് കുടുംബം നൽകി, കുടുംബ ജീവിതാനുഭവങ്ങളിലൂടെ അവനെ വളർത്തി. പിന്നീട് ദൈവം അവനെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മനോഹരമായ രീതിയിൽ ഇസ്രായേലിനെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നൽകുന്നത് ഒരു വലിയ പ്രതീകാത്മകമായ ഒരു അനുഭവത്തിലൂടെയാണ്. മലാഖയുടെ കടന്നുവരവുണ്ടാകുന്നു, അതിനുശേഷം വലിയ അഗ്നി ഉണ്ടാകുന്നു. ആ അഗ്നി മുൾപ്പടർപ്പുകളെ ദഹിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അഗ്നി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ദഹിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. എന്നാൽ മോശയുടെ മുമ്പിൽ പ്രത്യക്ഷമായ അഗ്നി എന്ന് പറയുന്നത് അത് ദഹിപ്പിക്കാത്ത അഗ്നിയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് ശബ്ദമായി പുറത്തേക്ക് വരുന്നതും ആ മോശയെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. നോക്കുക, കൊലപാതകിയായ മോശ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവൻ, അല്ലെങ്കിൽ അവനെ വധിക്കുവാൻ ഫറവോ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഫറവോയുടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നടന്നവൻ, ഇന്നിതാ വീണ്ടും ദൈവം അവന് ശക്തി നൽകുന്നു. കാരണം ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മൾ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പൗലോസിന്റെ ജീവിതത്തിലും പൗലോസ് ഒരു എളിമയുടെ മനോഭാവത്തിലൂടെ വിട്ടുകൊടുക്കുകയാണ്. അവന്റെ ഇന്നലകളുടെ അഹങ്കാരത്തിന്റെ മനോഭാവങ്ങളെ അവൻ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സ്പർശനം ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവൻ പൂർണ്ണമായി അവനെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. സഹനദാസനായിട്ട് ഇതാ സഭയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അവൻ ജ്ഞാനസ്നാനത്തിന് വേണ്ടി യാചിക്കുകയാണ്. അന്യാസിന്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തി പ്രാർത്ഥനാ നിരഫര വചനം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ അവൻ ആ ദിനങ്ങളിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ്. ഇന്നലെ വരെ അവൻ കൊലപാതകം ആഹ്വാനം നടത്തിക്കൊണ്ട് കൊലപാതകം നടത്തുവാനായിട്ട് മുന്നിട്ട് നിന്നവനാണെങ്കിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുവാനായിട്ട് മുന്നിട്ട് നിന്നവനാണ് എങ്കിൽ, ഇന്ന് പൗലോസ് ശാന്തനായി പ്രാർത്ഥിക്കുന്നു. അവൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം അവൻ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചും, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും പ്രസംഗിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ക്രിസ്തുവിനെ കുറിച്ചും, അത് ക്രൂശിതനായ കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കേണ്ടതില്ല എന്ന് അവൻ തീരുമാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പൗലോസ് കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം രണ്ട് മനുഷ്യരെ വിശുദ്ധീകരിച്ചതെന്നാണ്. രക്ഷാകരചരിത്രത്തിൽ രണ്ട് വ്യക്തികളെ വിശുദ്ധീകരിച്ചുകൊണ്ട് രക്ഷാകരചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളായി നിലനിർത്തിയത് ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടു നൽകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തും എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്.
വലിയൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു അനുഭവം കൂടിയാണ് എന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മാർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അനുതാപമാണ്. അനുതാപത്തിലേക്ക് മോശയും പൗലോസും കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ദൈവികമായ കൃപയുടെ അനുഭവമായിട്ട് അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ലൂക്കായുടെ സുവിശേഷത്തിന് ഒരു വലിയൊരു പ്രത്യേകതയാണ് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത്. ഒരു പ്രത്യേക നിമിഷത്തിൽ, അല്ലെങ്കിൽ ഏത് നിമിഷത്തിലാണോ ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നത്, ആ നിമിഷത്തിൽ ദൈവം അവന് മാനസാന്തരം നൽകുന്നു, അവനെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. സക്കേവൂസിന്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനാണ്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അവൻ എല്ലാവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചത്. അവന്റെ അഹങ്കാരം, അവന്റെ ചിന്തകൾ ഒരിക്കലും മറ്റുള്ള മുമ്പിൽ താഴ്ന്നു കൊടുക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. കാരണം അവൻ വളരെ പ്രധാനപ്പെട്ട മനുഷ്യനാണ്, ചുങ്കം പിരിക്കുന്നവനാണ്, അല്ലെങ്കിൽ റോമാക്കാരുടെ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അവന് മറ്റുള്ള മുമ്പിൽ താഴാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. അവൻ മരത്തിന് മുകളിൽ, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും മാറി നിൽക്കും. മരത്തിന് മുകളിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ക്രിസ്തു അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ക്രിസ്തു അവന്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട്, ഇന്ന് നിന്റെ കൂടെ ഞാൻ ഭവനത്തിലായിരിക്കും. ക്രിസ്തുവിന്റെ മനോഹരമായ വാക്കാണ്. അവന്റെ കൂടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വലിയൊരു മാറ്റമാണ് സക്കേവൂസിനുണ്ടാകുന്നത്. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും വസ്തുവകൾ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. വലിയൊരു മനോഭാവമാണ്. ഇപ്പൊ ക്രിസ്തു അവനോട് പറയുന്നൊരു മനോഹരമായ വാക്കുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് ഏത് നിമിഷത്തിലാണോ നീ മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് നിമിഷത്തിലാണോ നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, ആ നിമിഷം ദൈവത്തിന്റെ വലിയ സംരക്ഷണം നിനക്ക് ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കുരിശിലെ രണ്ട് കള്ളന്മാര് ക്രിസ്തുവിന്റെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അവരിൽ ഒരുവൻ പറയുന്നുണ്ട്, അവരൊരു നമ്മൾ വിളിക്കുന്ന നല്ല കള്ളനെന്ന്. അവൻ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന്. ക്രിസ്തു അവന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഏത് നിമിഷത്തിലാണോ ആ മനുഷ്യൻ ഇന്നലെ വരെ ഒരു കള്ളനായിരുന്നു, പക്ഷെ ഇന്ന് അവൻ നല്ല കള്ളനായി വാഴ്ത്തപ്പെടുന്നു. കാരണം ക്രിസ്തുവിനോടൊപ്പം പറുദീസയിലേക്ക് അവനും ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലകളിലെ അസ്വസ്ഥതകളല്ല, ഇന്നലകളിലെ വേദനകളല്ല നമ്മൾ നയിക്കപ്പെടേണ്ടത്. ഇന്നലകളിലെ അസ്വസ്ഥതകളിൽ നമ്മൾ ജീവിക്കേണ്ടവരല്ല, മറിച്ച് ഇന്ന് എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്നത്, ഇന്ന് എങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വലിയൊരു ചിന്തയാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള വലിയൊരു ചിന്തയുണ്ട്. അതായത് ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഏകദേശം 40 സംവത്സരം എടുത്തു എന്നാണ് വചനം പറയുന്നത്. വലിയൊരു ദീർഘമായ കാലഘട്ടത്തിലാണ് അവരായിരുന്നത്, അല്ലെങ്കിൽ യാത്ര നടത്തുവാനായിട്ട് ദൈവം അവർക്ക് കൊടുത്തത്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം ഒരു 10-14 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് കാനാൻ ദേശം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഈ 14 ദിവസം കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് ദൈവം 40 വർഷം നൽകുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇവർക്ക് 40 വർഷം നൽകുവാനുള്ള കാരണം? അത് മാനസാന്തരത്തിന്റെ വർഷമാണ്. വളരെ വ്യത്യസ്തമായി ജീവിച്ചിരുന്ന ഈ മനുഷ്യര്, വ്യത്യസ്തമായ ചിന്താഗതികളോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യര്, പല ദൈവങ്ങളിൽ വിശ്വസിച്ച മനുഷ്യരെയൊക്കെ യഹോവയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട്, കൽപ്പനകളിൽ ആഴപ്പെടുത്തുവാനായിട്ട്, അവരൊരു ജനതയായി രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം അവർക്ക് നൽകിയ കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയേറെ കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഈ യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇസ്രായേലിന്റെ അനുഭവം. മനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു ഇടപെടലാണ്. അതിനുവേണ്ടി സമയങ്ങളെടുക്കാം, ദിവസങ്ങളെടുക്കാം, പക്ഷേ ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയും ഇത് തന്നെയാണ്.
ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലൂടെ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരെയും മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അപ്രകാരം ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ധ്യാനിക്കുമ്പോൾ മോശയും പൗലോസും ബൈബിളിന്റെ ഏടുകളിൽ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തികളല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ്. നമ്മുടെയൊക്കെ ഇന്നലകളുടെ ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ, കഷ്ടപ്പാടിന്റെ അനുഭവങ്ങളിലൂടെ, മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണമെങ്കിൽ എളിമയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ദൈവം നമുക്ക് നൽകുകയാണ്. ആ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ